بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്, ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ ഒരുപാട് പ്രാവശ്യം ഷെഹറിനെ സംബന്ധിച്ച്, അതായത് ശുദ്രം, അതായത് കൂടുപാത്രം ഒന്ന് പച്ച മലയാളത്തിൽ പറയും, ഇതിനെ സംബന്ധിച്ച് നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ശുദ്രം ഇങ്ങനെ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ച് അവൻ്റെ നല്ല സമയത്താണ് ഈ ഈ ഏറ്റവും വലിയ അള്ളാഹുവിൽ നിന്നുമുള്ള പാവങ്ങൾ വലിച്ചു വെക്കുന്ന ഈ ദുഷ്പ്രവൃത്തി ഈ മനുഷ്യൻ ചെയ്യുന്നത്. അങ്ങനെ ഈ ശുദ്രം മറ്റു മനുഷ്യനിലേക്ക് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യനിലേക്ക് ഇത് ചെല്ലുകയും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകളും ആ മനുഷ്യൻ്റെ സമയത്തിൻ്റെ ദോഷം കൂടി കാരണമായി ഇതങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷേ അത് ഇബാദിയായ ഒരു മനുഷ്യനാണ്, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വാസിയായ ഒരു മനുഷ്യനാണെങ്കിൽ അതിങ്ങനെ അതിന് ലേശത്തതയുള്ളൂ. അതിങ്ങനെ പോയി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ മടന്നു വരികയും കുറേ നാളുകളങ്ങ് കഴിയുമ്പോൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. കുറേ നാളുകളിഞ്ഞ് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സമയങ്ങളും അങ്ങ് മാറി. അദ്ദേഹത്തിൻ്റെ ഇബാദത്തിൻ്റെ വലിപ്പവും കൊണ്ട് പടച്ച തമ്പുരാനെ ഈ ശൈത്താന് അവിടെ നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യം ഇങ്ങനെ വരുമ്പോൾ ഈ ശൈത്താൻ എന്ത് ചെയ്യും? ഈ ചെയ്തവനുണ്ടല്ലോ അവൻ്റെ സമയം അതാ കുറച്ച് മോശമായിരിക്കുന്നു. അല്ലാഹുവേ, ഈ ചെയ്തവൻ്റെ ഭാഗത്തേക്ക് ഈ ശൈത്താൻ തിരിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ തിരിഞ്ഞു ചെന്നു കഴിഞ്ഞാൽ അവനതാ മഹ്ലൂക്കാണ്. അവനിതിന് പരിഹാരങ്ങളൊന്നുമില്ല. അവൻ ഇബാദത്തില്ലാത്തവനല്ലേ ചെയ്തത്. അഥവാ അവന് ഇബാദത്തുണ്ടെങ്കിൽ തന്നെയും ആ വിവാദത്തിനെ കുറിച്ച് ശരിക്ക് അറിയാവുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ദുഷ്കർമ്മം ചെയ്യുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളതായ ആ മനുഷ്യനിലേക്ക് ഇത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അവന് യാതൊരു രീതിയിലും ഇതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതോടൊപ്പം അവൻ അനുഭവിച്ചേ മതിയാവൂ. അത് ഈ ലോകത്ത് അനുഭവിക്കും. ഈ ലോകത്ത് അനുഭവിക്കുന്നത് മാത്രമല്ല, അള്ളാഹുവിൻ്റെ രാജീയമായ കോടതിയിൽ ഇതിന് സമാധാനം പറയണം. അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുകയില്ല. അവൻ ചെയ്യുന്ന സകല ഇബാദത്തുകളും അള്ളാഹു അങ്ങ് വെട്ടിക്കളയും. അവൻ്റെ ഒരു ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കത്തില്ല. ഇത് അത്രത്തോളം നാശം പിടിച്ച ഒരു പ്രവർത്തനമാണ്. ഇതറിവുള്ളവൻ, അള്ളാഹുവിനോട് ഭയപ്പാടുള്ളവൻ ഒരിക്കലും ഈ വൃത്തികെട്ട പണി, ഈ ദുഷിച്ച പണി ചെയ്യുകയില്ല. അങ്ങനെ ചെയ്യുന്നവനെ സംബന്ധിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവിലും ആഖിറത്തിലും അവൻ പരാജയത്തിൽ എത്തിയങ്ങ് ചേരുന്നതാണ്. എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് അറിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്തരം ദുഷ്കർമ്മങ്ങൾ ആരും തന്നെ ചെയ്യത്തില്ല. തൽക്കാലമായിട്ട് ഒരു വ്യക്തിയുടെ കൂടെ കുറച്ച് വൈരാഗ്യങ്ങളോ വൈരാഗ്യങ്ങളോ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ അത് നേരെ ചെന്ന് പറഞ്ഞങ്ങ് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യം എന്ന് പറയുന്നത്. അങ്ങ് പറഞ്ഞങ്ങ് തീർത്തേക്കണം. ഒരുപക്ഷെ 2 അടി കൊടുത്താൽ തന്നെയും സാരമില്ല. ഈ ദുഷ്പ്രവൃത്തി ചെയ്യാൻ ആരും തയ്യാറാവരുത്. കാരണം ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കടും ശിക്ഷയാണ് ഈ ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്നത്. ഏതായാലും ശരി, ഏക്കപ്പെട്ടവൻ അവൻ ഇബാദിയാണെങ്കിൽ അവൻ തട്ടിമുട്ടി ഇങ്ങനെ കഴിയും. അവസാനം ആ കുടുംബം, ആ മനുഷ്യൻ അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യും. ചെയ്യുന്നവൻ തകർച്ചയിലേക്ക് എത്തുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ രാജകോടതിയിൽ സമാധാനം പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഇത്തരം ദുഷ്കർമ്മങ്ങളിലേക്ക്, ഈ പണിയിലേക്ക് ആരും പോകരുതെന്ന് നമ്മൾ അപേക്ഷിക്കുന്നു, നമ്മൾ പറയുന്നു. അള്ളാഹുവിൻ്റെ നാമത്തിൽ നമ്മൾ പറയുകയാണ്, ഈ പ്രവർത്തനങ്ങൾ ചെയ്യരുതേ എന്ന് പറയുകയാണ്. ഏതെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അള്ളാഹുവേ നിങ്ങൾ പറഞ്ഞങ്ങ് തീർത്തേക്കണം. നിങ്ങൾ പറഞ്ഞ് തീർക്കുമ്പോൾ ഒരു മനസ്സന്തോഷം വരെ നിങ്ങൾക്കുണ്ടാകുകയാണ്. ഒരു കാരണവശാലും ഈ ദുഷ്കർമ്മം നിങ്ങൾ ചെയ്യല്ലേ. ഇതൊരു കർമ്മമാണ്. ഇതിനൊരുപാട് പേരുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി ഇത് ഭൂമി ലോകത്ത് ഇറക്കിയിരിക്കുന്ന ഒരു കടുത്ത പ്രയോഗമാണ്. ഇത് ആരെല്ലാം ഇത് കയ്യിലെടുക്കും, ആരെല്ലാം ഇത് ചെയ്യും എന്ന് അള്ളാഹുവിന് അറിയണം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ തിന്മയെ ഈ ലോകത്തിറങ്ങിയിരിക്കുന്നത്. നന്മയുണ്ട്, തിന്മയും ഈ ലോകത്തുണ്ട്. ഈ തിന്മ ആരെല്ലാം കയ്യിലാക്കും എന്നുള്ളതും അറിയണം. അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് ഈ ഭൂമി ലോകം എന്ന് പറയുന്നത് തന്നെ, അള്ളാഹു ഭൂമി ലോകത്തെ സൃഷ്ടിച്ചത് തന്നെ ഒരു പരീക്ഷണശാലയാക്കി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ പരീക്ഷണശാലയിൽ എത്ര പേര് വിജയിക്കുമെന്നുള്ളത് അള്ളാഹുവിന് അറിയണം.
അവിടെ താൽക്കാലികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ, താൽക്കാലികമായ കോപങ്ങൾ വരുമ്പോൾ, താൽക്കാലികമായ വൈരാഗ്യങ്ങൾ വരുമ്പോൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്യരുത്. അവിടെ നമ്മൾ സമാധാനപ്പെട്ട് കഴിഞ്ഞാൽ, അവിടെ നമ്മളങ്ങ് സമാധാനപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുകൂലം ഈ സമാധാനപ്പെടുന്ന ആളിന് കിട്ടുന്നതാണ്. അള്ളാഹു കൂടെ നിൽക്കും, അവൻ തകരുകയില്ല. അങ്ങനെ തകരാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കാവല് അവന് കിട്ടിക്കൊണ്ടിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഈ സമാധാനപ്പെട്ടതിൻ്റെ പേരിൽ അവനെ എങ്ങനെ രക്ഷപ്പെടുത്തും? ചെയ്തവനെ സംബന്ധിച്ച് ആകെ കുഴപ്പത്തിലാകും. ഇന്നല്ലെങ്കിൽ നാളെ ഏത് കുഴപ്പത്തിൽ തന്നെ. തക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവരെ അറിയിക്കണം.